അങ്ങനെ അതാ ഡെലിവറിയും എൻ്റെ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ നേരെ തിരിച്ച് കൊല്ലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വന്ന് എല്ലാം ഒന്ന് സെറ്റായി വരുന്നേ. ഇവിടെ സാധനങ്ങളൊന്നും ഇരിപ്പില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിക്കാനായിട്ട് ഞങ്ങൾ ഇന്നലെ ലുലു വരെ പോയായിരുന്നു. അപ്പോൾ ഇക്കാക്ക് സാലഡ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ബോൺലെസ് ആയിട്ടുള്ള പീസ് ചിക്കൻ മേടിച്ചായിരുന്നു. പിന്നെ കക്കിറച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേവിക്കാനായിട്ട് ഉമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെന്ത് കഴിഞ്ഞപ്പോൾ അതെടുത്തൊന്ന് റോസ്റ്റ് ചെയ്ത് എൻ്റെ ഉമ്മ എൻ്റെ കൂടെ വന്നായിരുന്നു. ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്ത് തരാനായിട്ട്. ഒരാഴ്ച കഴിഞ്ഞാൽ ഉമ്മ പോവുള്ളൂ. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഉമ്മ ചോറും സാമ്പാറൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ സാലഡിന് വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കുകയാണ്. ഇത് ഇക്കായാണ് സാധാരണ ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഇക്ക കണ്ടുപിടിച്ച റെസിപ്പിയാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് ഗ്രീക്ക് യോഗർട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചീസിന്റെ ഒരു സോസും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജാലപ്പിനോ ചീസ് എന്നാണ് അതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പാത്രത്തിൽ മിക്സ് ചെയ്യാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേറെ പാത്രത്തിലേക്ക് അത് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോഴത്തേക്കും എൻ്റെ പുത്രി ഇവിടെ എണീച്ച് വന്നിട്ടുണ്ട്. അവളെ എടുത്തുകൊണ്ട് കുറച്ച് നേരം നടന്നു. പിന്നെ എനിക്ക് ബാക്കി കുറച്ച് പണിയും കൂടി ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഇക്കടെ കയ്യിൽ ഞാൻ അവളെ ഏൽപ്പിച്ചിട്ട് ഞാൻ ബാക്കി പണി ചെയ്യാനായിട്ട് പോയി. സാമ്പാർ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ക്യാബേജ് തോരൻ വെക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ക്യാബേജ് എടുത്ത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്യാബേജ് ഒക്കെ അരിഞ്ഞെടുത്ത് പിന്നെ അതിനകത്തേക്ക് പച്ചമുളകും സവാളയും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ നേരെ ചട്ടി വെച്ച് കടുക് പൊട്ടിച്ച് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കാനായിട്ട്. പിന്നെ ഞാൻ നേരെ അടിച്ച് വരാനായിട്ട് പോയി. ഇവളെ വെച്ച് ഡെയിലി തുടയ്ക്കൽ നടക്കൂല. അതുകൊണ്ട് ഞാൻ 3 ദിവസം 4 ദിവസം കൂടുമ്പോഴാണ് ഇപ്പോൾ തുടയ്ക്കുന്നത്. ഡെയിലി ഇങ്ങനെ അടിച്ചു വരും. ആ ടൈമിൽ ഇക്ക അവളെയും കൊണ്ട് പുറത്തോടെ നടക്കുമായിരുന്നു. അതുകൊണ്ട് അവൾ കുറച്ച് നേരം ഒന്ന് സഹകരിച്ച് നിന്ന്. വീട്ടിലായിരുന്നപ്പോൾ വെറുതെ ഇരുന്നാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ അതാ ഓരോന്നോരോന്നായിട്ട് ഞാൻ ചെയ്തു തുടങ്ങിയിട്ട് പതിയെ പതിയെ എല്ലാം അങ്ങ് ശരിയാക്കി എടുക്കണം.